ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നന്ദന നിരഞ്ജൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ +2 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനിൽ ഞാൻ അച്ഛൻ്റെ കൂടെ മാൽദീവ്സിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 31 മാർച്ച് മോർണിംഗ് 5:30 ഒക്കെ ആയപ്പോൾ ഞാനും അച്ഛനും ഇങ്ങനെ റെഡിയാവാൻ തുടങ്ങി. സമയം 6:12 6:15 ഹോട്ട്സ്പോട്ട് ആരെടുക്കുക? ഞാൻ ഉണ്ടാവില്ല എടുക്കാൻ. സമാധാനല്ലേ? അങ്ങനെ അങ്കമാലി എത്തിയതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു. ഇതെന്താ? അപ്പൊ അത് അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പോലെ ഉണ്ട്. ഇതൊന്നും ഇത്രയൊന്നും വേണ്ട. ഇത് മതിയായിരുന്നു. ഇത് ഇവിടെ വെക്കുക. എന്താ അവിടേക്ക് കൊടുക്കാനാട്ടോ. എന്നാ പിയേഴ്സ് മതി. പിയേഴ്സിൻ്റെ ഫേവറേറ്റാ. പിയേഴ്സ് ഉണ്ടാവും. അത് കമ്പനി വേറെ ഇത് വേണോ? ഇഷ്ടമാണ്. ഇത്ര പിന്നെ വേണമെങ്കിൽ വേറെ കളറും ഞാൻ കഴിക്കാറില്ല. മുന്തിര അരിപ്പരിപ്പൊന്നും കഴിക്കില്ല. ഇല്ല, കഴിക്കാറില്ല. എന്താ ഇത് ഫുള്ളായി. ഇത് മതി. ഞാൻ ഇതൊന്നും അങ്ങനെ നമുക്കൊരു കിണ്ടർ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറി. ഗൈസ്, അങ്ങനെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾ മാൽദീവ്സിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്. അഭിനയമാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ അച്ഛൻ എന്താ ടോപ്പ് ലുക്കിൽ ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെക്കിങ് കൗണ്ടറിലേക്ക് പോയി ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഒരു പേടിയില്ല. നീനാക്കൊന്നെ വിളിച്ചായിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, എന്താ ബിനേലിനെ വിളിച്ചായിരുന്നു, അമ്മയെ വിളിച്ചായിരുന്നു.
നമ്മുടെ വീട്ടിലുള്ള ചെണ്ട, ഇതിന് റേറ്റ് എത്ര നോക്ക്. അതന്നെ, then give me the bag and go. നല്ല റേറ്റ് ഉണ്ട്. ഞാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 4 ഞങ്ങളുടെ ഫ്ലൈറ്റിലോട്ട് പോവാണ്. A and 18B. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി. ആദ്യം തന്നെ ഫുഡാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊതിച്ചിരുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് ടിഷ്യൂ ആണ് ഗൈസ്. സ്ലൈഡിങ് ഇത് വരും. അതിൽ നമ്മൾ കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഉടിച്ച് പോകണം. വെള്ളത്തിൽ പോയാൽ പാറി കിടക്കും, കാരണം ലൈഫ് ജാക്കറ്റ് ഉണ്ടാവുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി. ഒരു വെജിറ്റേറിയനും ഒരു നോൺ വെജിറ്റേറിയനും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്ലെയിൻ ഇറങ്ങി. ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി വിസ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് ലഗേജൊക്കെ കളക്ട് ചെയ്തു. അങ്ങോട്ട് പോകോ, നേരെ പോകോ, ക്രോസ് ചെയ്തോ. രണ്ടിടത്തും വണ്ടി നോക്കിയിട്ട് ക്രോസ് ചെയ്തോ. ക്രോസ് ഗോ. ഈ എയർപോർട്ട് ഉള്ളത് ഹുൽഹുലെ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. എയർപോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ടൈം ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ പരിസരമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആണോ? കൊള്ളാം, നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അങ്ങനെ അച്ഛൻ ATMലൊക്കെ പോയി ക്യാഷ് എടുക്കുകയാണ്. ഇവിടുത്തെ കറൻസിനെ വിളിക്കുക മാൽദീവിയൻ റുഫിയ എന്നാണ്. ഇതാണല്ലോ ഇവിടുത്തെ ബസ്, ഹൈഫൈ ബസ് അല്ലേ? ഇവിടെ ഗൈസ്, നമ്മൾ അവിടേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് പോണത് അല്ലേ? എന്താന്നറിയോ, ഞാൻ വരികയല്ലേ, ഞാൻ വരണോണ്ട് ഇവിടെ ഭയങ്കര ഡെവലപ്മെന്റ്സ് ഒക്കെ. അപ്പൊ നമ്മുടെ ഹോട്ടലെത്തി ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണത്. 4ാം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ, എനിക്ക് ഓർമ്മയൊന്നുമില്ല.
ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി. യെസ്, നൈറ്റ് വ്യൂ. ഇത് കൂടെ നടക്കണതൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വീണ് കഴിഞ്ഞാൽ, അല്ല എനിക്ക് നീന്താൻ അറിയാം, എന്നാലും അതുവരെ നീന്തെത്താനുള്ള ശേഷിയില്ല. ഇത് മറ്റേ അച്ഛൻ ഇതിനെ നമ്മുടെ നാട്ടില് വറുത്ത് തിന്നില്ലേ? ഇതിനെ ഞാൻ എപ്പോഴും കാണും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടു. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പ്രഭാതം പൊട്ടി വിടുമ്പോൾ മാല വീണായിരുന്നു. വിദേശികൾ സഞ്ചാരികളെ കൊണ്ട് ഈ നാട് മൊത്തം ഫോർ സീസൺ ഫേമസ് റിസോർട്ടിൻ്റെ വണ്ടിയാണ്, ലക്ഷറി വണ്ടിയാണ് കേരളമാണ്. ആ കാണുന്ന ട്രാൻസ് മാൽദ്വീപിയൻ എയർലൈൻസ് എയർ ടാക്സിയിലെ ആൾക്കാരെ വിടുന്ന് സീപ്ലെയിനില്ലേ, എയർ ടാക്സി സീപ്ലെയിൻ എന്നൊക്കെ പറയും, അതിൻ്റെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. നമുക്ക് അറിയാത്ത രീതിയിലൊക്കെ അങ്ങനെ ഇന്നലെ രാത്രി കഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് കഴിക്കില്ലേ? ഇതാണ് ഹുൽഹുലെ ഐലൻഡ് ഹോട്ടൽ. ഈ എയർപോർട്ടിൽ ഇരിക്കുന്ന ഐലൻഡിന്റെ പേര് ഹുൽഹുലെ എന്നല്ലേ? അപ്പോൾ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹോട്ടലാണ് ഇവിടെ കേട്ടോ. ക്യാപിറ്റലായ മാലിലേക്ക് പോകാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ബോട്ട് ഫെരിയാണ്, രണ്ടാമത്തത് ടാക്സിയാണ്. ബോട്ട് ഫെരിയിൽ പോവുകയാണെങ്കിൽ ബോട്ട് ടെർമിനലിൽ ഇറക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു ടാക്സി പിടിക്കേണ്ടി വരും. സോ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ടാക്സിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ഹോട്ടൽ വരെ ഒരൊറ്റ വണ്ടിയിൽ ഡയറക്റ്റായിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ടാക്സി കയറി മാലയിലേക്ക് പോവുകയാണ്. ഇനി മാലയ വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Please do subscribe, like, share and comment.